നമ്മുടെ വേൾഡിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. രണ്ട്, വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരിക്കലും നിർത്താത്ത ആൾക്കാർ. അവരെപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാർ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആ സമയത്ത് അവരവരെ പഠിപ്പ് നിർത്തും. രണ്ടാമത്തെ ആൾക്കാർ അവരുടെ ഡിസ്കവറി ഒരു കാരണവശാലും നിർത്തൂല. ഗെസ് വാട്ട്? എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർ, ദ ക്യൂരിയസ് വൺ. ഇവഞ്ച്വലി ഇവരായിരിക്കും ലൈഫിൽ വിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വെറും ഒരു ഹാബിറ്റ് അല്ല, ഇറ്റ്സ് എ സൂപ്പർ പവർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നോവേറ്റേഴ്സ്, ജീനിയസ് മൈൻഡ്സ്, വേൾഡ് ചേഞ്ചേഴ്സ്, ഇവരുടെയൊക്കെ സീക്രട്ട് വെപ്പൺ ക്യൂരിയോസിറ്റി ആൻഡ് വൈ ക്യൂരിയസ് പീപ്പിൾ ഓൾവേസ് വിൻ. ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് ഈ സ്കൈക്ക് ബ്ലൂ കളർ വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണിത്, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓരോ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞ് നമ്മൾ ജോബിലേക്ക് കയറിയ സമയത്ത് ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ലൈഫിൽ നിന്ന് എങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മളെ മീഡിയോക്രിറ്റി ബിഗിൻ ചെയ്യുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കോട്ടുണ്ട്, ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ടു സ്റ്റോപ്പ് ക്വസ്റ്റ്യനിങ്. ഐൻസ്റ്റീൻ ഒരിക്കലും ജന്മന വലിയ ജീനിയസ് ആയിട്ട് ജനിച്ചോന്നല്ല. അദ്ദേഹത്തിന്റെ ലൈഫിൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സാധനത്തിനെ ഒരിക്കലും മരിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. അതേ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് നോളജിനെക്കാട്ടി അപ്പുറത്താണ് ക്യൂരിയോസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നോളജ് എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി, ബട്ട് ക്യൂരിയോസിറ്റി എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. ആ ക്വസ്റ്റ്യനിലാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ഞാൻ ഒരു കഥ പറയാം. 1970 ടൊയോട്ടയിലുണ്ടായിരുന്ന ഒരു യങ് എഞ്ചിനീയർ അവിടെ എന്തൊരു പ്രോബ്ലം വരുമ്പോഴും എപ്പോഴും അതെന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നോർമലി എന്താ ചെയ്യാറ്, വരുന്ന പ്രോബ്ലം വേറെ സോൾവ് ചെയ്തിട്ട് ആൾക്കാർ അതിലേക്ക് പോകാൻ ചെയ്യാം. ബട്ട് ഈ ഒരു യങ് എഞ്ചിനീയർ എപ്പോഴും അതെന്തുകൊണ്ടാണെന്നുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആവുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോബ്ലം വീണ്ടും വരുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ കോർ പ്രോബ്ലം, ഇങ്ങനെ അദ്ദേഹം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് 5 തവണ അദ്ദേഹം വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് അങ്ങനെ അവസാനത്തെ റിയൽ പ്രോബ്ലം കണ്ടെത്തുന്നവരെ 5ഓളം വൈ അദ്ദേഹം ചോദിക്കും. അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിന് 5 വൈസ് ടെക്നിക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ ഫാക്ടറീസും എന്തൊരു പ്രോബ്ലംസ് വരുന്ന സമയത്തും ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ക്യൂരിയോസിറ്റി എന്നുള്ളത് നമ്മൾ സ്മാർട്ട് ആക്കല് ചെയ്യുക, നമ്മളൊരു നല്ലൊരു പ്രോബ്ലം സോൾവർ ആക്കി മാറ്റും. നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ വൈ എന്ന് പറഞ്ഞൊരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ്. സോ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ വീണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് ഇന്ന് ഗ്രാവിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. മേരി ക്യൂരി ആറ്റംസിനകത്ത് എന്തുകൊണ്ട് പവർ ഉണ്ടായിക്കോളാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ പുറത്താണ് ഇന്ന് നമ്മൾ കാണുന്ന റേഡിയോ ആക്ടിവിറ്റിൻ്റെ ഉത്ഭവം. അതൊക്കെ മാറ്റി നിർത്താം. ടെക്നോളജിക്ക് എന്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിക്കൂടാ ഒരൊറ്റ കോൺസെപ്റ്റ്, ആ ഒരൊറ്റ ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ആർക്കും എല്ലാത്തിനുള്ള ആൻസേഴ്സൊന്നും ഇല്ല, ബട്ട് ഇവർക്ക് എൻലെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവരുടെ മുമ്പിലുണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്തും, ആ ഓരോ ക്യൂരിയോസിറ്റി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും പുതിയ പുതിയ കാര്യങ്ങൾ ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ കൂടുതലും ലീഡേഴ്സും ഇന്നോവേറ്റേഴ്സൊക്കെ ആയിട്ട് മാറിപ്പോകുന്നത്. എടാ, ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് അറിയാം. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അവരതിനൊന്നും പേടിച്ചില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തൊരു സംഭവം അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് അറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ അല്ല അവർക്ക് ഉണ്ടാവുക. ഇവരെ പേടിക്കുന്നത് എന്തുകൊണ്ട് ഞാനത് പഠിച്ചില്ല, ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവുക. കാരണം ഈ ക്യൂരിയസ് മൈൻഡ്സ് ഉള്ള ആൾക്കാർ അവർ റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എനിക്കിതിലെന്തൊക്കെ അറിയാം എന്ന് തിങ്ക് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്തൊക്കെ ഇവിടെ നിന്ന് പഠിക്കാം, ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഇവർ എന്തൊരു കാര്യത്തിനും അപ്രോച്ച് ചെയ്യാൻ പോകും. നമ്മൾ ഈ ഒരു വേൾഡിൽ എല്ലാ ആൾക്കാരും ഞാൻ സ്മാർട്ടാണ്, ഞാൻ അടിപൊളിയാണെന്ന് കാണിക്കാൻ നിൽക്കുന്ന സമയത്ത് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ നമുക്ക് സ്മാർട്ടർ ആവാമെന്നായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സമയത്തും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും മീറ്റിംഗ്സിലായിക്കോട്ടെ എവിടെ പോയാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളൊന്നും വായിക്കാത്ത പുസ്തകങ്ങളും നമ്മളൊന്നും അറിയാത്ത പല പുസ്തകങ്ങളും അവർ വായിച്ചുകൊണ്ട് നിൽക്കും. അവരുടെ കംഫർട്ട് സോണിന് ബിയോണ്ട് ആയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ നിന്നാണ് ഒന്നുമല്ലാത്ത പല ആൾക്കാരെയും, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പല ആൾക്കാരെയും അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിലേക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻസും എൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസും വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്നതിൽ അപ്പുറത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സാണ് എനിക്ക് മുന്നിലുള്ളത്. സോ ഇത് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ക്യൂരിയസ് മൈൻഡാണ്. കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതെന്തുകൊണ്ട് അങ്ങനെ, ഇതെങ്ങനെ സിമ്പിളാക്കാം, അതങ്ങനെ സിമ്പിളാക്കാം, ഈ ഒരു മൈൻഡിൽ ഞാൻ പല കാര്യങ്ങളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ, അതെന്തായിരിക്കും ഇങ്ങനെ, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ലൈഫിനെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. സോ അതിനെക്കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിൽ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻവെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഈ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കും ക്യൂരിയസ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. അല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധാ ജോബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി കൊണ്ടുവരാം. നിങ്ങളൊരു ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പല കാര്യങ്ങളും പഠിക്കും. നിങ്ങളൊരു ക്യൂരിയസ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്നായിരിക്കും പ്രൊമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ടാസ്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. സോ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും
ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ടോപ്പ് ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാ ആൾക്കാരും നിങ്ങളെ റിയൽ ലൈഫിൽ പോലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പോലും ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ പുതിയതായിട്ട് കണ്ടെത്തും. പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുന്നിലേക്ക് തുറന്നു വരും. ഇവർ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക, ഇവർ ഭയങ്കര അഡാപ്റ്റബിൾ ആയിരിക്കും. അതായത് എന്തൊരു പുതിയ കാര്യം ഇവരുടെ ലൈഫിലേക്ക് വന്നാലും എന്തൊരു ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവരതിനെ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മളെ വേൾഡ് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡ്സിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റ്സിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഫാസ്റ്റ് സ്പേസിലായിട്ടുള്ള ഒരു വേൾഡ് നമുക്കൊക്കെ പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഡാപ്റ്റബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ. സോ അതിനെക്കൊണ്ടാണ് ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ പല കാര്യങ്ങളിലും വിൻ ചെയ്യുന്നത്. സോ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, അവരെന്താണ് ലൈഫിൽ വിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്കും എങ്ങനെ ഈ ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്തും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്നുള്ളത് ഒരു 3 വട്ടമെങ്കിലും മനുഷ്യനോട് ചോദിക്കുക, എന്തുകൊണ്ടായിരിക്കും ഒരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അപ്പോൾ ഒരു ആൻസർ കിട്ടും. പിന്നെയും തിങ്ക് ചെയ്യുക, എന്തുകൊണ്ടായിരിക്കും ഒരു പ്രോബ്ലം വന്നത്, ആലോചിക്കുക. ഇങ്ങനെ ഒരു 3 വട്ടമെങ്കിലും മിനിമം ഡെയിലി നിങ്ങൾ തിങ്ക് ചെയ്യുക. ഡെയിലി അറ്റ്ലീസ്റ്റ് പുതിയ കാര്യം, നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ റീഡ് ചെയ്യണം, വായിക്കണം. അത് എന്തെങ്കിലും ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അത് ബുക്ക് ആവണമെന്നല്ല. നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, കുറച്ച് നിങ്ങൾ വായിക്കുക. അത് പുതിയ നോളജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കും. 3ാമത്തെ കാര്യം, ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നമ്മളെ സർക്കിളിന് പുറത്തുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ സംസാരിക്കുക. അവരോട് സംസാരിക്കുക, അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരെ ഒരു വേൾഡ് എന്താണ്, അവരുടെ സർക്കിൾ എന്താണ്, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്. ഇതെപ്പോഴും ഒരു ക്യൂരിയസ് മൈൻഡിൽ അത് പഠിക്കാമെന്നുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കാം. പിന്നെ ഒരിക്കലും എനിക്കെല്ലാം അറിയാം, ഞാൻ ഈ വേൾഡിൽ എല്ലാം അറിയുന്ന ഒരാളാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കാതിരിക്കുക. എന്ത് കിട്ടിയാലും ഓക്കെ, ഇനി എനിക്ക് പഠിക്കാനുണ്ട്, ഇനി എനിക്ക് അറിയാണ്ട്, ആ ഒരു എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിൽക്കുക. എപ്പോഴും എന്തൊരു സാധനം കിട്ടാണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുക. പിന്നെ 5ാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒരു ക്രേസ് വരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാസിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്. അത് ചേസ് ചെയ്ത് അതിൽ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ആ ക്യൂരിയോസിറ്റി എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളും നല്ലൊരു ക്യൂരിയസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിട്ട് മാറാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു 1-2 വർഷം നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ റിസൾട്ട് ഒന്നും ഫോക്കസ് ചെയ്യണ്ട. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അവൻ ജസ്റ്റ് ഒരു 1-2 വർഷം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുന്ന വേ ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഓരോന്ന് പറയുന്ന വേ ഒന്ന് മാറ്റുക, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആലോചിക്കുന്ന വേ ഒന്ന് മാറ്റുക. അങ്ങനെ ഒരു 1-2 വർഷം ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുന്ന തന്നെ ഉറപ്പുള്ള കാര്യമാണ് ഞാൻ. ഓക്കെ, സോ നമ്മൾ അവസാനത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ബീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാം അറിയുന്നതിനെ കൊണ്ടല്ല. അവരൊരിക്കലും പഠിക്കുന്നത് നിർത്തുന്നില്ല. അവരെപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അവർ ജീവിക്കുന്നത് തന്നെ ഓപ്പൺ ഐസായിട്ട്, ഓപ്പൺ മൈൻഡായിട്ട്. അവർ എപ്പോഴും എന്തെങ്കിലും പഠിക്കാനൊരു ഹങ്കർ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. മറ്റുള്ള ആൾക്കാർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി തപ്പുന്ന സമയത്ത് അവർ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്, ഒരിക്കലും പേടിക്കരുത്. കാരണം ഇന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്ന നിങ്ങൾ ഓരോരുത്തരായിരിക്കും നാളെ ലോകം മുഴുവൻ അതെങ്ങനെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് ചോദിക്കാമോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.